കൊച്ചിയിൽ ലഹരി മാഫിയ സംഘത്തിലെ 4 പേർ അറസ്റ്റിൽ. 2 കിലോ കഞ്ചാവും 1 ഗ്രാം MDMAയും പിടികൂടി. റോഡിൽ കഞ്ചാവിന്റെ ഗുണനിലവാരത്തെ ചൊല്ലി ഏറ്റുമുട്ടുന്നതിനിടെയാണ് 4 അംഗ സംഘം പോലീസിന്റെ പിടിയിലായത്. കാർത്തികപ്പള്ളി സ്വദേശികളായ അതുൽ ദേവ്, രാഹുൽ, മണ്ണാർക്കാട് സ്വദേശികളായ മുഹമ്മദ് അനസ്, അബൂ താഹിർ എന്നിവരാണ് പിടിയിലായത്. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി വിൽപ്പനയുടെ വിവരങ്ങൾ ലഭിച്ചത്. തേവര കോന്തുരുത്തിയിൽ നിന്നാണ് എറണാകുളം സൗത്ത് പോലീസ് 4 പേരെയും കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തെ തുടർന്ന് ഇവർ താമസിച്ചിരുന്ന എടപ്പള്ളി പോണേക്കരയിലെ ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പിടിയിലായ അതുൽ ദേവിന് മറ്റു പ്രതികൾ കഞ്ചാവ് വിറ്റിരുന്നു. പുതുവത്സരാഘോഷ വിൽപ്പന ലക്ഷ്യമിട്ട് വാങ്ങിയ കഞ്ചാവിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞായിരുന്നു തർക്കം. ഇവർ തമ്മിൽ ലഹരി ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് എറണാകുളം സൗത്ത് CI MS ഫൈസൽ പറഞ്ഞു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇതൊരു കഞ്ചാവ് ഇടപാടുമായിട്ടുള്ള തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഈ രണ്ടാം പ്രതിയായിട്ടുള്ള ആള് അയാളുടെ താമസ സ്ഥലത്ത് ഈ 2 കിലോ കഞ്ചാവ് തിരിച്ചു കിട്ടിയ 2 കിലോ കഞ്ചാവ് സൂക്ഷിക്കുന്നതായിട്ടുള്ള വിവരം ലഭിക്കുകയും അവിടെ ചെന്ന് പോലീസ് ഇന്നലെ രാത്രി തന്നെ ഈ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾക്കായി ലഹരി സംഘങ്ങൾ സിന്തറ്റിക് ലഹരി വ്യാപകമായി കൊച്ചിയിലേക്ക് എത്തിച്ചേക്കുമെന്ന സൂചനയിൽ പോലീസ് പരിശോധനകൾ ഊർജിതമാണ്. ജനം, കൊച്ചി.